Hello guys, now let's see question number 186. 186 ലോക്ക്ഡൗൺ സബ്സ്ക്രൈബ് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ കമ്പൈലറിൽ നമ്മൾ ചെയ്യാൻ പോകാം. അപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ലീഡ് കോഡ് 186 റിവേഴ്സ് വേർഡ്സ് ഇൻ സ്ട്രിംഗ് 2. You are given a character array where each word consists of non-space characters. The words are separated by a single space. There are no leading or trailing spaces. You must modify the input array in place and reverse order of the words. Example, the sky is blue എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ array ഉണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ blue is sky the എന്ന് കിട്ടണം. ടോട്ടൽ വേർഡ്സ് മാത്രം റിവേഴ്സ് ചെയ്യുക. ഇടയ്ക്ക് സിംഗിൾ സ്പേസ് ആയിരിക്കണം. ഈ ക്വസ്റ്റിനകത്ത് ഇടയ്ക്ക് എപ്പോഴും സിംഗിൾ സ്പേസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. ട്രെയിലിങ്ങും എൻഡിങ്ങും ആയിട്ടുള്ള സ്പേസസ് ഇല്ല അന്ന് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് മറ്റേ കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിവേഴ്സ് ഫോർത്ത് സ്ട്രിംഗ് എന്ന് പറഞ്ഞ 151th ക്വസ്റ്റ്യനെ കാട്ടി 151 അല്ലേ 151 ആ ക്വസ്റ്റ്യനെ കാട്ടി സിമ്പിൾ ആണ് ഇത്. കാര്യം മറ്റേ ക്വസ്റ്റ്യനിൽ ട്രെയിലിംഗ് സ്പേസസ് ഇഗ്നോർ ചെയ്യണമായിരുന്നു, ഇൻ ബിറ്റ്വീൻ ഉള്ള മൾട്ടിപ്പിൾ സ്പേസ് ഇഗ്നോർ ചെയ്യണമായിരുന്നു, എൻഡിങ് സ്പേസ് സ്റ്റാർട്ടിംഗ് സ്പേസ് ഇഗ്നോർ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് പോയിന്റർ സ്ലോ പോയിന്റർ ഉപയോഗിച്ച് അത് ചെയ്തു. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് സിമ്പിൾ എന്താ പറയുക ലോജിക്കാണ്. ലോജിക്ക് എന്ന് പറയുന്നത് ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് ക്വസ്റ്റൻ ആണെങ്കിൽ ആ ഫുൾ ക്യാരക്ടർ അറിയാൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. ഇങ്ങനെ കിട്ടും. ഫുൾ ക്യാരക്ടറിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് യു പിന്നെ എൽ പിന്നെ ബി പിന്നെ അങ്ങനെ കിട്ടുന്നു. അതുകൊണ്ട് ഈച്ച് വേർഡിനെ റിവേഴ്സ് ചെയ്യും. ഈച്ച് വേർഡിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ കറണ്ട് വേർഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ ബി കിട്ടും. ഈ കറണ്ട് വേർഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ എസ് കിട്ടും, ഈസ് കിട്ടും. ഈ കറണ്ട് വേർഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ സ്കൈ കിട്ടും. ഈ കറണ്ട് വേർഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ തേർഡ്. അപ്പോൾ ബ്ലൂ ഈസ് സ്കൈ നമുക്ക് കിട്ടുന്ന ആൻസർ കിട്ടും. ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പാണ് ഇതിനകത്തുള്ള. ഫസ്റ്റ് വൺ റിവേഴ്സ് ദ ഹോൾ സ്ട്രിംഗ് അല്ല റിവേഴ്സ് ദ ഹോൾ ക്യാരക്ടർ സി സ്ട്രിംഗ് ആണ്. സി സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ബ്ലൂ പിന്നെ ഈച്ച് വേർഡിനെ റിവേഴ്സ് ഈച്ച് വേർഡിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. രണ്ട് സ്റ്റെപ്പാണ്. ഫസ്റ്റ് റിവേഴ്സ് ദ ഹോൾ ക്യാരക്ടർ പിന്നെ റിവേഴ്സ് ഈച്ച് വേർഡ്. ഈ രണ്ട് ലോജിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ചെയ്ത് തുടങ്ങാം. ഞാൻ ഓൾറെഡി ബിറ്റ്സ് HDC പ്ലസ് വെച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യമുള്ള എല്ലാ പാക്കേജും ഓട്ടോമാറ്റിക്കലി ഇതാവും. രജിസ്റ്ററിങ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഞാൻ മെയിൻ അതിടും. അത് നമുക്ക് വിളിക്കണമല്ലോ. നമുക്ക് കൊടുക്കേണ്ട ടെസ്റ്റ് കേസ് ബി നേരത്തെ കോപ്പി വെച്ചിരുന്ന അടുത്ത് നമുക്കൊരു മെത്തേഡ് നമ്മൾ ഇന്നത്തെ വേർഡ്സ് ഈ മെത്തേഡിനകത്തായിരിക്കും നമ്മൾ റിവേഴ്സ് ചെയ്യാം. സംഭവം കോൾ ബൈ റെഫറൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ അതിൽ സേവ് ചെയ്യേണ്ട കാര്യമില്ല. മെത്തേഡ് നമ്മൾക്ക് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യാം. ഓക്കെ അറിയാമല്ലോ. റിവേഴ്സ് വേർഡ്സ് നമുക്ക് ചെയ്യാം. നമ്മുടെ ശരിക്കുള്ള അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യണം വെക്ടർ സ്റ്റാർ ആൻഡ് സിമ്പിൾ ഉള്ളതാണെങ്കിൽ പാസ് പെർ റെഫറൻസ് ഓർക്കണമെങ്കിൽ ആൻഡ് സിമ്പിൾ കൊടുക്കാം. അടുത്തത് ഓക്കെ നമ്മുടെ ലോജിക്കിൽ ഫസ്റ്റ് ലോജിക്ക് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഫുൾ സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യണം. ഓക്കെ എന്നിട്ട് ഫുൾ സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു റിവേഴ്സ് ഒരു മെത്തേഡ് സ്വന്തമായിട്ട് എഴുതാം. ആ റിവേഴ്സ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കിട്ടുന്ന സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എൻഡിങ് ഇൻഡെക്സ് വെക്ടർ വെച്ച് നമ്മൾ പാരാമീറ്റേഴ്സ് എടുക്കുന്നു. എന്നിട്ട് റിവേഴ്സ് ചെയ്ത് തിരിച്ചയക്കില്ല റിവേഴ്സ് ചെയ്യും. നമുക്ക് ഇതും കോൾ ബൈ റെഫറൻസ് ആണ്. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എസ് എൻഡിങ് ഇൻഡെക്സ് ഈ രണ്ട് നമ്മൾക്ക് ഈ കറണ്ട് മെത്തേഡിൽ നമുക്ക് പാരാമീറ്റർ കൊടുക്കണം. നമുക്ക് റിവേഴ്സ് ലോജിക്ക് ചെയ്യാം. റിവേഴ്സ് ലോജിക്ക് സിമ്പിൾ ആണ്. ജസ്റ്റ്
സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ലെസ് ദാൻ വൈ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ലെസ് ദാൻ എൻഡിങ് ഇൻഡെക്സ് നമ്മൾ സ്വാപ്പ് ചെയ്യും. അതാണ് സ്വാപ്പ് ചെയ്യുമ്പോൾ മനസ്സിലായി. സ്വാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു അറേ ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റർ കൊടുക്കുന്നു, ഇവിടെ വേറൊരു പോയിന്റർ കൊടുക്കുന്നു, ഇതിനെ സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് പുറത്തു വരും. പിന്നെ ഇത് മുന്നോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇതിനെ സ്വാപ്പ് ചെയ്യുന്നു, ഇത് മുന്നോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഇതിനെ സ്വാപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്വാപ്പ് ചെയ്ത് പോകുമ്പോൾ ഫുൾ അറേ റോൾസ് ആണ്. ആ ലോജിക്കാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും നമ്മൾ എടുക്കുന്നത്. അതേ ലോജിക്കാണ്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എടുക്കുന്നത്, പിന്നെ നമ്മൾ സ്വാപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. വി ഓഫ് എസ് പ്ലസ് പ്ലസ് വി ഓഫ് ടി മൈനസ് മൈനസ്, അതായത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്, ഉപയോഗിച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ അതും ഞാൻ പാസ്വേഡ് റെഫറൻസ് ആക്കില്ല, പാസ്വേഡ് റെഫറൻസ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഈ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് മാനുവലി ക്രിയേറ്റ് ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് യൂസർ ഡിഫൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് റിവേഴ്സ് ഹോൾഡ് ക്യാരക്ടർ. അത് ഈസിയാണ്. നമ്മൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ റിവേഴ്സ് മെത്തേഡിൽ നമ്മൾ ക്യാരക്ടറെ ഫുൾ റിവേഴ്സ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ആവശ്യപ്പെടുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് വെക്ടർ വി, പിന്നെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 ആയിരിക്കും, എൻഡിങ് ഇൻഡെക്സ് എന്നായിരിക്കും വി ഡോട്ട് സൈസ് -1. കഴിഞ്ഞ് നമുക്ക് വി ഡോട്ട് സൈസ് ഒരു ഇൻറ്റിജർ സ്റ്റോർ നോക്കാം. ഇവിടെ -1 കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഇൻഡെക്സ് n-1, ഫസ്റ്റ് ഇൻഡെക്സ് 0. അപ്പം ലാസ്റ്റും ഫസ്റ്റ് ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ അറേനെ നമുക്ക് റിവേഴ്സ് കിട്ടും. റിവേഴ്സ് ഹോൾ അറേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഈച്ച് വേർഡ്സ് റിവേഴ്സ് ചെയ്യാം. അതെങ്ങനെ ചെയ്യും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും റിവേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മറ്റേ നമ്മുടെ ഓൾറെഡി ബിൽഡിൻ റിവേഴ്സ് മെത്തേഡ് അല്ല, നമ്മൾ ഉണ്ടാക്കിയ റിവേഴ്സ് മെത്തേഡാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു സ്റ്റാർട്ട് എന്നൊരു പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോറിൽ കൊടുക്കുന്നു -0 ലെസ് ദാൻ വി സൈസ് പ്ലസ് ലെസ് ദാൻ റീക്വൽ കൊടുക്കണം. സൈസ് i++. എൻ്റെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when we see a space character, അപ്പോഴാണ് ആ വേർഡ് കഴിയുന്നത്. അപ്പം നമ്മളൊരു സ്പേസ് ക്യാരക്ടർ കാണുന്നിടം വരെ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് സ്റ്റാർട്ട് തൊട്ട് ആ സ്പേസ് ക്യാരക്ടറിന് തൊട്ട് മുമ്പ് വരെ ഉള്ള ഇൻഡെക്സുകളിനകത്തുള്ള റേഞ്ച് നമ്മൾ റിവേഴ്സ് ചെയ്യും. അപ്പോൾ ആ വേർഡ് റിവേഴ്സ് ആയി. അങ്ങനെ ഈച്ച് വേർഡ് റിവേഴ്സ് ചെയ്യും. So if I is equal to n or v of I is equal to space. is equal to n എങ്ങനെയാണെന്നറിയാമോ? കാര്യം ഏറ്റവും ലാസ്റ്റ് വേർഡിൻ്റെ അവസാനം സ്പേസ് ഇല്ല. അപ്പം ഈ വേർഡ് കഴിഞ്ഞ് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വേർഡ് റിവേഴ്സ് ചെയ്യും. ഈ വേർഡ് കഴിഞ്ഞ് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വേർഡ് റിവേഴ്സ് ചെയ്യും. ഈ വേർഡ് കഴിഞ്ഞ് സ്പേസ് കാണുമ്പോൾ നമ്മൾ ആ വേർഡ് റിവേഴ്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റിവേഴ്സിങ് ലോജിക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലാസ്റ്റ് വേർഡ് കഴിഞ്ഞ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ആ ലാസ്റ്റ് വേർഡ് മാത്രം റിവേഴ്സ് ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ i = n എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കും. അതായത് വി ഡോട്ട് സൈസ് തന്നെ എന്ന് കൊടുത്താലും മതി. i = നമ്മുടെ സൈസ് അതിൻ്റെ ആ പർട്ടിക്കുലർ ലാസ്റ്റ് എലമെൻറ്റ് എത്തുവാണെങ്കിൽ, എന്നാലും നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലും നമ്മൾ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ഫസ്റ്റ് കൊടുക്കേണ്ട പാരാമീറ്റർ ബി, സെക്കൻഡ് കൊടുക്കേണ്ടത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സിൻ്റെ ആയിരിക്കും സ്റ്റാർട്ട് എൻഡിങ് ഇൻഡെക്സിൻ്റെ ആയിരിക്കും i ആയിരിക്കും. പക്ഷേ i-1 അതങ്ങനെ വന്നു. സ്റ്റാർട്ട് = i++. അങ്ങനെ i-1 ഇവിടെ വന്നു. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് സ്റ്റാർട്ട് ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 0 കൊടുത്തില്ല. 0
സ്റ്റാർട്ട് 0 തന്നെ ആയിരിക്കും, പക്ഷേ i മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ട് സ്പേസ് ആയിരിക്കും ബൈ i മൈനസ് i എന്ന് പറഞ്ഞ സ്പേസ്. അപ്പോൾ i മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലക്ട്രോ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ റിവേഴ്സ് മെത്തേഡ് ബോത്ത് ഇൻക്ലൂസീവ് ആണ്, ഫ്രണ്ടും ബാക്കും ഇൻക്ലൂസീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് കൊടുത്താൽ പറ്റില്ല, ഈ സ്പേസ് കൊടുത്താൽ പറ്റില്ല. നമ്മൾ ഈ എലമെന്റ് തന്നെ കൊടുക്കും, ഈ എലമെന്റ് കൊടുക്കും. അപ്പോൾ അത് രണ്ടും കൊടുത്താലാണ് ആ കറണ്ട് കൊടുത്തിട്ട്. അതാണ് i മൈനസ് 1 കൊടുത്തത്. നമ്മളിവിടെ v ഓഫ് i ഈക്വൽ ടു സ്പേസ് ആകുമ്പോഴാണ് അതിനകത്ത് കയറുന്നത്. പക്ഷേ നമുക്ക് സ്പേസിലല്ല കൊടുക്കേണ്ടതായി, അതിന് മുമ്പുള്ള എലമെന്റിലാണ് i കൊടുക്കേണ്ടത്. കാര്യം അതിൻ്റെ ബൗണ്ടറീസ് ഇൻക്ലൂസീവ് ആണ്. നമ്മുടെ യൂസർ ഡിഫൈൻ മെത്തേഡിനകത്ത് ബൗണ്ടറി ഇൻക്ലൂസീവ് ആയിട്ട് നമ്മൾ i മൈനസ് 1 ആണ് എപ്പോഴും കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് പിന്നെ i പ്ലസ് 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് ഇവിടെ വരും, സ്റ്റാർട്ട് ഇവിടെ വരും, ഇവിടെ വരും സ്റ്റാർട്ട് എസ്സിൽ വരും, സ്പേസ് കഴിഞ്ഞ് ഇവിടെ വരും, എസ്സിൽ വരും സ്റ്റാർട്ട്. എന്നിട്ട് പിന്നെയും ആ ലൂപ്പ് കണ്ടിന്യൂ ആവുന്നു. എന്നിട്ട് i ഇവിടെ കിടക്കും. എന്നിട്ട് ഈ സ്റ്റാർട്ട് തൊട്ട് ഈ i മൈനസ് 1 വരെ നമ്മൾ പിന്നെയും റിവേഴ്സ് കൊടുക്കുന്നു. പിന്നെ സ്റ്റാർട്ട് i വരും. പിന്നെ ഈ സ്റ്റാർട്ട് തൊട്ട് ഈ സ്പേസിന് മുമ്പ് i മൈനസ് 1 ഇവിടെ വരെ നമുക്ക് റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെയാണ് റിവേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. നമുക്ക് നോക്കാം. टाइम लिमिट एक्सीड आया. ओके, ब्लू is kaida. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ മെത്തേഡ് ചെയ്യാനുള്ള മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലാകാൻ വിശ്വസിക്കും. താങ്ക് യു.